ഇന്ന് നാം കുരിശിൻ്റെ വഴിയുടെ രണ്ടാം സ്ഥലമാണ് ധ്യാനിക്കുക. കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ഈശോ കുരിശ് ചുമക്കുകയാണ്. രണ്ടാം സ്ഥലത്തേക്കുള്ള വഴിയിൽ ഈശോ നാം ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഈ കുരിശ് എൻ്റെ തോളിലേറ്റാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. അവിടുത്തെ കണക്കനുസരിച്ച് അവിടുന്ന് ആകെ ചെയ്ത തെറ്റ് അർഹതയില്ലാത്ത നമ്മെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക്, പൂന്തേൻ തുളുമ്പുന്ന നാട്ടിലേക്ക് നയിച്ചു എന്നതാണ്. എന്നാൽ ക്ഷണഭംഗുരമെന്നോണം നാം അതെല്ലാം മറക്കുന്നു. അവിടത്തേക്ക് വീണ്ടും വീണ്ടും കുരിശുകൾ നൽകുന്നു. അതാണ് അവിടെ പറയുക. ലോകത്തിൻ്റെ വിനകൾ, നാം ഓരോരുത്തരുടെയും തെറ്റുകൾ, കുറവുകൾ, ബലഹീനതകളൊക്കെയാണ് അവിടുന്ന് ചുമക്കുക. ആ കുരിശ് അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈശോയുടെ കാര്യമൊന്ന് ഓർക്കുക. സദാസമയം അവിടുത്തെ ചുറ്റിപ്പറ്റി തിക്കി തിരക്കി ആളുകളുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ പോലും സമയം കിട്ടാത്ത വിധം. മാർക്കോസ് 6:31 പറയുന്നു, ആളുകൾ അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പത്രോസ് അവനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, ആളുകൾ നിന്നെ ഇതുപോലെ തിക്കിത്തിരക്കുകയാണ്, എന്നിട്ടും നീ ചോദിക്കുന്നുവോ ആരാണ് എന്നെ സ്പർശിച്ചതെന്ന്? ലൂക്ക 8:45 രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ സ്പർശിച്ചപ്പോൾ ഉണ്ടായ സംഭവം. ആൾക്കൂട്ടത്തിൽ നിന്ന് തനിക്ക് അവനെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സക്കേവൂസ് ഓടിയൊരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ലൂക്ക 19:3-4. തിങ്ങിക്കൂടി ജനങ്ങൾ അവൻ്റെ ചുറ്റും കൂടി. അവൻ പത്രോസിനോട് പറഞ്ഞു, വള്ളം കരയ്ക്ക് നിന്ന് അല്പം നീക്കിയിടാൻ. ലൂക്ക 5:3. എന്നിട്ട് ആ വള്ളത്തിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ സമയം ലഭിക്കാത്തതിനാൽ അവൻ മലമുകളിലേക്ക്, വിജനപ്രദേശത്തേക്ക് ആളുകളെ പിരിച്ചുവിട്ടതിന് ശേഷം പോയി. മാർക്കോസ് 1:35, ലൂക്ക 5:16, മാത്യു 14:23. ഇത്രമാത്രം ആളുകളും അനുയായികളും ശിഷ്യന്മാരുമുള്ള കർത്താവിന് ഇപ്പോൾ കുരിശ്, വേദന, സഹനമൊക്കെ അടുത്ത് വന്നപ്പോൾ ഇവിടെ പറയുകയാണ്, ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. പിന്നെയോ അവൻ സ്വയം തിരഞ്ഞെടുത്ത യൂദാസ്, അവനെ 30 വെള്ളിക്കാശിന് പണത്തോടുള്ള ആർത്തി നിമിത്തം അവൻ എങ്ങനെയെങ്കിലും മാജിക്ക് കാണിച്ച് രക്ഷപ്പെട്ടുകൊള്ളും, പണം തനിക്ക് ലാഭം എന്ന് ചിന്തിച്ച് ഗുരുവിനെ വെറ്റിക്കൊടുക്കുന്നു. എന്നിട്ട് ആ മഹാൻ കാണിച്ച പണി കണ്ടോ? നേരെ ചെന്ന് കെട്ടിപ്പിടിച്ച ഒരുമ്മ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ. ഈ പണി തന്നെ മൂപ്പര് പെസഹ കഴിഞ്ഞും കാണിച്ചു. നിങ്ങളിൽ ഒരാളെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ്, അത് ഞാനാണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം. ഇനി അവരുടെ നേതാവ് എന്ന് പറഞ്ഞ് നടന്ന പത്രോസ്, തല പോയാലും ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല എന്ന് വീമ്പിളക്കിയതാ. ഇപ്പോൾ കൂടെയില്ല, ആള് മുങ്ങി. എവിടെയാ? പാത്ത് നടക്കുക, എന്താ സംഭവിക്കുന്നത് എന്ന് കാണാൻ. രണ്ടിടത്ത് വെച്ച് പൊക്കി, നീയാ മറ്റവനല്ലേ? നിൻ്റെ ചളിപ്പും പെരുങ്ങലും ഒക്കെ കണ്ടാൽ അറിയാം നീ അവൻ്റെ കൂടെ ഉള്ളതാണ് എന്ന്. അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ ലോഹമടക്കി കൂട്ടിലാക്കി സിനിമ തിയേറ്ററിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് ചില മാന്യന്മാർ വന്ന് പൊക്കും, അച്ചോ എന്താ ഇവിടെ? നിങ്ങളൊക്കെ സിനിമ കാണുമോ? നിങ്ങൾക്കത് കാണാൻ പാടുണ്ടോ? ചിലരൊക്കെ തടി തപ്പും, ചിലർ വാക്കുകൾ തപ്പും, എന്താ പറയാണ്ടത് എന്ന രീതിയിൽ. ഞാൻ അവനെ പോലെയൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ, ഞാൻ അവനല്ല എന്നൊക്കെ. പത്രോസും പറഞ്ഞു, ഞാൻ അവനെ അറിയുക കൂടിയില്ല. ആരാ അവൻ? എവിടുത്തുകാരനാ? പിന്നെ പൊതുജനം. കർത്താവിൻ്റെ പക്കൽ അപ്പവും മരുന്നുമൊക്കെയുള്ള സമയത്ത് ഭക്ഷിക്കാനും രോഗശുശ്രൂഷയും രോഗശമനവും ഒക്കെ നൽകിയിരുന്ന സമയത്ത് അവനെ പൊതിഞ്ഞ ആളുകളായിരുന്നു. ഇപ്പോഴോ ഓശാന പാടി തകർത്തവരവർ. ലോകം കണ്ടിട്ടില്ലാത്തത്ര വലിയ ജാഥ വിളിക്കുകയായിരുന്നു, ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയപ്പോൾ ഇനി മിണ്ടിയാൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവർ എല്ലാവരും കൂടെ മിണ്ടാമടത്തിൽ ചേർന്നു. ആരുടെയും വായിൽ നാക്കേയില്ല, ആരും മിണ്ടുന്നില്ല. അപ്പോൾ കർത്താവിന് കാര്യം പിടികിട്ടി. അവൻ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവിൻ. ജീവിതത്തിലുടനീളം കുരിശ് നമുക്ക് കൂട്ടായുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, തല്ലുകൊള്ളേണ്ടി വരും, ചവിട്ടി പുറത്താക്കപ്പെടും, അവഗണിക്കപ്പെടും, തള്ളിപ്പറയപ്പെടും, ചിലപ്പോൾ 30 കാശിന് വിൽക്കപ്പെടും. എന്നിട്ടും ചിലർ വന്ന് വീമ്പടിക്കും, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ
നിനക്കൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. സഹോദരരെ, നമുക്കുള്ള തുണ പരിശുദ്ധ അമ്മയാണ്. അവൾ തളരാതെ തകരാതെ നിശ്ചിത ദൂരത്തിൽ തൻ്റെ പുത്രനെ അനുഗമിച്ചിരുന്നു. അത് കുരിശുമരണമെന്നെയും പിന്നീട് ഉയർപ്പ് വരെയും അതിനുശേഷവും ഉണ്ടാകും. അവളെ കൂട്ടുപിടിക്കാം. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും വേദനകളുടെയും പീഡകളുടെയും വഴി ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് മാറ്റിത്തരാൻ അവളുടെ സഹായം തേടാം. വാതിൽ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാണെങ്കിലും അത് മാത്രമേ രക്ഷയിലേക്ക് നയിക്കൂ എന്ന പാഠം മറക്കാതിരിക്കാം.